തേങ്ങയും തേങ്ങാപ്പാലൊന്നും വേണ്ടാത്ത 10 മിനിറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അതും 10 മിനിറ്റിൽ തന്നെ കുക്കറിൽ എല്ലാം കൂടെ ഇട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പൂരിക്ക്, ചപ്പാത്തിക്ക്, അപ്പത്തിനൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. കുക്കറിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഏതാണ്ട് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് ഇത്രയാണ് ചേർക്കുന്നത്. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർക്കാം. ഒരു 3 അല്ലിയാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചിയുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, ഞാൻ അതുകൊണ്ട് 3 എണ്ണം ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഒരു വലിയ സവോള ഇതുപോലെ നീട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തീ നന്നായിട്ടങ്ങ് കുറച്ച് വയ്ക്കുക. അതിലേക്ക് വളരെ കുറച്ച് പൊടികളെ ചേർക്കുന്നുള്ളൂ കേട്ടോ. 1/2 സ്പൂൺ വീതമാണ് ചേർക്കുന്നത്. ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി 1/2 സ്പൂൺ വീതമാണ് ചേർക്കുന്നത്. പെരിഞ്ജീരകം പൊടിയായിട്ട് ചേർക്കണം എന്നില്ല. നമ്മൾ ആദ്യം ആ മസാല ചേർത്ത സമയത്ത് പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഒരു 1/2 സ്പൂണിനടുത്തങ്ങ് ചേർത്ത് കൊടുത്താലും മതി. പൊടി കരിഞ്ഞു പോവാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഒരു 4 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ക്യാരറ്റ്, ഒരു 5-6 ബീൻസ് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞ് അതുകൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ഗ്രീൻ പീസാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത്രയും ഒരു പിടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും ഒരു 3/4 സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഇനി വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 1/2 ഗ്ലാസ്സിൽ താഴെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വേണം വേവിക്കാൻ വെക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ മതിയാവും. വെന്ത് കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അവനവൻ്റെ കുക്കറിൻ്റെ വേവനുസരിച്ച് അത് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വല്ലാതെ അങ്ങ് കുത്തി ഇളക്കണ്ട കേട്ടോ, കാരണം കഷ്ണങ്ങൾ ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേറെ ഒന്നുമല്ല, പശുവും പാലാണ്. ഒരു 2 ഗ്ലാസ് പശുവും പാൽ എടുത്തിട്ടുണ്ട്. നല്ല കൊഴുപ്പുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പശുവും പാൽ ഒഴിച്ച് സ്റ്റൂ ഉണ്ടാക്കിയാൽ നന്നാവുമോ എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളുക. നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ് നമ്മൾ പശുവും പാൽ ഒഴിച്ച് വെക്കുമ്പോഴും. നമുക്ക് ഈ സ്റ്റൂവിന് എത്രമാത്രം ചാറ് വേണോ അതനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സ്റ്റൂവിൽ കശുവണ്ടി, മുന്തിരിയൊക്കെ പൊട്ടിച്ച് ചേർക്കുന്ന പോലെ നെയ്യിൽ പൊട്ടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. തേങ്ങ ചിരണ്ടാനൊക്കെ മടിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ സ്റ്റൂ ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്